ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എക്സാം വൈ ലേണിംഗ് CM Kids UP. സോ ഇന്ന് നമ്മൾ മാത്തമാറ്റിക്സിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. സോ ആക്ച്വലി വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധം എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് ഇവിടെ എന്താ മീൻ ചെയ്യുന്നത്? എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാണ്, രണ്ടാളുകളുണ്ട്, എയും അതുപോലെ തന്നെ ബിയും. അപ്പോൾ എന്റെ കയ്യിൽ ഒരു 3 മിഠായി ഉണ്ട്, ബിന്റെ കയ്യിലാണെങ്കിൽ ഒരു 6 മിഠായി ഉണ്ട്. അപ്പൊ നമ്മളോട് A:B, എ മുതൽ ബി വരെയുള്ള ആ ഒരു റേഷ്യോ ചോദിക്കുകയാണെങ്കിൽ, അംശബന്ധം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയാം? 3:6, അല്ലെങ്കിൽ അതിനെ ചെറുതാക്കുന്ന സമയത്ത്, അതിന്റെ സിംപ്ലിഫൈഡ് ഫോമിലാക്കുന്ന സമയത്ത് 1:2 എന്ന രൂപത്തിലാണ് പറയാം. അപ്പോ ഇത് നമുക്ക് ആക്ച്വലി അറിയാം, എക്ക് 3 മുട്ടായിയാണ്, ബിക്ക് 6 മുട്ടായിയാണ് എന്നൊക്കെ കാര്യങ്ങൾ നമുക്ക് അറിയാം. ഇനി നമ്മളോട് പറയാണ് എന്റെയും ബിന്റെയും റേഷ്യോ 1:2 ആണ് എന്ന് പറയാണ്. എന്റെയും ബിന്റെയും റേഷ്യോ 1:2 ആണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമോ? എന്റെ കയ്യിൽ 1 മിഠായും ബിന്റെ കയ്യിൽ 2 മിഠായും ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റൂല അല്ലെ? അവിടെ റേഷ്യോ മാത്രമാണ് 1ഉം അതുപോലെ തന്നെ 2ഉം. അതായത് എന്റെ കയ്യിൽ 1 ആണെങ്കിൽ ബിന്റെ കയ്യിൽ 2 ആണ്. എന്റെ കയ്യിൽ 1 ആണെങ്കിൽ ബിന്റെ കയ്യിൽ 2 ആണ്. ഇനി എന്റെ കയ്യിൽ 2 ആണെങ്കിൽ ബിന്റെ കയ്യിൽ എത്ര ഉണ്ടാവും? 4 ഉണ്ടാവും. അതായത് ആ റേഷ്യോ അല്ലെങ്കിൽ ആ ഒരു കമ്പാരിസൺ, ഇയാളെ വെച്ചിട്ട് എന്ത് ചെയ്യാണ്? മറ്റൊരാളെ കമ്പയർ ചെയ്യാണ്. അത് മാത്രമാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുക. അല്ലാണ്ട് ഇങ്ങനെ ജസ്റ്റ് റേഷ്യോ മാത്രം പറഞ്ഞു എന്ന് കരുതി എന്റെ കയ്യിൽ 1 മിഠായി ആണ് അല്ലെങ്കിൽ ബിന്റെ കയ്യിൽ 2 മിഠായി ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റൂല. എന്റെ കയ്യിൽ 1 ആണെങ്കിൽ ബിന്റെ കയ്യിൽ എത്രയായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തല്ല? ആക്ച്വൽ വാല്യൂ അല്ല. റേഷ്യോ മാത്രം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ ആക്ച്വലി എത്ര വാല്യൂ ഉണ്ട് അല്ലെങ്കിൽ എത്ര, ഈ ഒരു കേസിലാണെങ്കിൽ എത്ര മിഠായി ഉണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ വേണ്ടിയിട്ട് കഴിയില്ല. ഓക്കെ, അപ്പൊ ഇതിന്റെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടായിരിക്കും, നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ഇതിനെ ബേസ് ചെയ്തിട്ട് ചെയ്തു നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ഒരു ചോദ്യം. ദ ഹൈറ്റ് ഓഫ് എ റെക്ടാംഗിൾ ഈസ് 20 centimeters ആൻഡ് ഇറ്റ്സ് വിഡ്ത്ത് ഈസ് 1 meter. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ഹൈറ്റ് ടു വിഡ്ത്ത്? ഓക്കെ, അപ്പോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ പറയുന്നത് ഒരു ചതുരത്തിന്റെ ഉയരം 20 സെന്റിമീറ്ററും നീളം 1 മീറ്ററും ആണ്. അങ്ങനെയാണെങ്കിൽ ഉയരവും നീളവും തമ്മിലുള്ള അംശബന്ധം എത്ര? അപ്പൊ നമുക്ക് നോക്കാം. ഹൈറ്റ് അല്ലെങ്കിൽ ഉയരം, ഹൈറ്റ് എത്രയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? ഹൈറ്റ് 20 സെന്റിമീറ്റർ ആണ്, 20 സെന്റിമീറ്റർ ആണ്. ഓക്കെ, വിഡ്ത്ത് ആണെങ്കിലോ? വിഡ്ത്ത് 1 മീറ്റർ ആണ്. ഇവിടെ നോക്കടാ, ഒന്ന് നിങ്ങൾക്ക് സെന്റിമീറ്ററിലാണ് തന്നിട്ടുള്ളത്, രണ്ടാമത്തെ നിങ്ങൾക്ക് മീറ്ററിലാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മളിങ്ങനെ റേഷ്യോന്റെ കേസിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രണ്ടും സെയിം യൂണിറ്റിലായിരിക്കണം, രണ്ടും ഒരേ യൂണിറ്റിലായിരിക്കണം. എന്നിട്ട് മാത്രം എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യാം. ഇവിടെ 1 സെന്റിമീറ്ററിലാണ്, 1 മീറ്ററിലേക്കാണ്. അപ്പൊ എന്ത് ചെയ്യണം, രണ്ടിനെയും ഒരേ യൂണിറ്റിലേക്ക് ആക്കണം. അപ്പൊ ഞാൻ ചെയ്യുന്നത് ഈ 1 മീറ്ററിനെ ഞാൻ എന്ത് ചെയ്യാണ്, സെന്റിമീറ്ററിലേക്കാണ്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്ററാ? 100 സെന്റിമീറ്റർ ആണ്. അപ്പൊ എനിക്ക് അതിനെ 100 സെന്റിമീറ്റർ എന്ന് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഏത് ഏത് റേഷ്യോ ആണ്? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? ഫസ്റ്റ് ഏതാ പറയുന്നത്? ഹൈറ്റ് ടു വിഡ്ത്ത് ആണ്. ആദ്യം ഹൈറ്റ് പിന്നെ വിഡ്ത്ത്. ഹൈറ്റ് ടു വിഡ്ത്ത് ആണ്, അതായത് ഉയരം ടു നീളമാണ് നമ്മളോട് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. സോ ഹൈറ്റ് ടു വിഡ്ത്ത്. അപ്പൊ ഹൈറ്റ് ബൈ വിഡ്ത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് എഴുതാം, ഹൈറ്റ് ബൈ വിഡ്ത്ത്. ഹൈറ്റ് എത്രയാണ്? 20 സെന്റിമീറ്റർ ആണ്. ഡിവൈഡഡ് ബൈ വിഡ്ത്ത് എത്രയാണ്? 100 സെന്റിമീറ്റർ ആണ്. അപ്പൊ 20 ഡിവൈഡഡ് ബൈ 100. ഓക്കെ, അതിനൊന്ന് ചെറുതാക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമുക്ക് ഈ 2 പൂജ്യത്തിനെയും എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. സോ 2 ഡിവൈഡഡ് ബൈ 10 നമുക്ക് 1/5 എന്ന് എഴുതാലോ. സോ 1:5 അല്ലെ? 1:5 ആണ് നമുക്ക് അവിടെ ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നുണ്ടായിരിക്കുക. ഓപ്ഷൻ സി ആണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് എന്ത് ചെയ്യുക, വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ ഒരു ചോദ്യത്തിലോട്ട് പോലെ. വളരെ ഈസി ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഒന്നാമത്തേത്. രണ്ടാമത്തെ ഒരു ചോദ്യത്തിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, പോവാം. ദ റേഷ്യോ ഓഫ് ഹൈറ്റ് ടു വിഡ്ത്ത് ഓഫ് റെക്ടാംഗിൾ ഈസ് 3:4. ഓക്കെ, ഹൈറ്റ് ഈസ് ടു വിഡ്ത്ത് റേഷ്യോ കൊടുത്തിട്ടുണ്ട്, 3:4 ആണ്. ഇഫ് ദ വിഡ്ത്ത് ഈസ് 1 സെന്റിമീറ്റർ, വാട്ട് ഈസ് ദ ഹൈറ്റ്? വിഡ്ത്ത് എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാം, ഒരു ചതുരത്തിന്റെ ഉയരവും നീളവും തമ്മിലുള്ള അംശബന്ധം 3:4 ആണ്. അങ്ങനെയാണെങ്കിൽ നീളം 1 സെന്റിമീറ്റർ ആയാൽ ഉയരം എത്രയാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദ്യം വരുന്നത്. തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. നമുക്ക് തന്നിട്ടുള്ളത് ഹൈറ്റ് ഈസ് ടു വിഡ്ത്ത് ആണ്. ഹൈറ്റ് ഈസ് ടു വിഡ്ത്ത് ആണ് നമുക്ക് തന്നിട്ടുള്ളത്.
ഓക്കെ, എത്രയാണ് റേഷ്യോ? ഹൈറ്റ് ഈസ്റ്റ് വിഡ്ത്ത് 3:4 എത്രയാണ്? 3:4 ഇഫ് ദ വിഡ്ത്ത് ഈസ് 1 സെന്റിമീറ്റർ, വിഡ്ത്ത് എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. എടാ ഈ നാലിനെ ഏതോ ഒരു ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് 1 കിട്ടിയത്, 1 സെന്റിമീറ്റർ കിട്ടിയത്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ? 4 ഇൻറ്റു നോക്കുക, 4 ഇൻറ്റു എക്സ് ഏതോ ഒരു സംഖ്യനെ കൊണ്ട് ഗുണിച്ചിട്ടാണ്. 4 ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1/4 ആയിരിക്കും. ഇൻറ്റു 4 ഉള്ളത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ 4 ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? എക്സിന്റെ വില എന്ന് പറയുന്നത് 1/4 ആണെന്നുള്ളത് മനസ്സിലായി. ഇനി നമുക്ക് എങ്ങനെ നോക്കാം? നമുക്ക് 4നെ 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്തത്? 1 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹൈറ്റ് കാണാൻ വേണ്ടി എന്ത് ചെയ്യുക? 3നെയും അതേപോലെ 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 ഇൻറ്റു 1/4 ദാറ്റ് മീൻസ് 3/4 സെന്റിമീറ്റർ ആയിരിക്കും നമ്മുടെ ശരി ഉത്തരം എന്ത് ചെയ്യുക? നമുക്ക് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, 3/4 ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. 3/4 യെസ്, ഓപ്ഷൻ ബി ആണ്. നമുക്ക് എന്ത് ചെയ്യുക? അവിടെ നമ്മുടെ ശരി ഉത്തരമായിട്ട് വരുന്നുണ്ടാവും. ഓപ്ഷൻ ബി ആണ്, 3/4 സെന്റിമീറ്റർ ആണ് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇങ്ങനെയും നിങ്ങൾക്ക് ചിന്തിക്കാം. ഇവിടെ 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ്, 4 കൊണ്ട് ഹരിച്ചപ്പോഴാണ് 1 കിട്ടിയത്. അങ്ങനെ 3നെയും അതേപോലെ 4 കൊണ്ട് ഹരിക്കാം, അപ്പൊ 3/4 കിട്ടും. ഓക്കെ, അപ്പൊ എങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവാം. The perimeter of a rectangle is 36 centimeters. Okay, its breadth and length are in the ratio 4:5. What is the length of the rectangle? എന്താ പറയുന്നത്? ഒരു ചതുരത്തിന്റെ ചുറ്റളവാണ് ട്ടോ, ഏരിയ അല്ല, അല്ലെങ്കിൽ പരപ്പളവല്ല. കൃത്യമായി ശ്രദ്ധിക്കുക, ചുറ്റളവാണ് പറയുന്നത്. ചുറ്റളവ് 36 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുന്നത് 4:5 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ നീളം എത്ര സെന്റിമീറ്റർ ആണ് എന്നുള്ളതാണ് നമ്മളോട് എന്ത് ചെയ്യുന്നത്? ചോദിക്കുന്നത്. അപ്പൊ നോക്കാം, ബ്രെഡ്ത്ത് ഈസ് ടു ലെങ്ത്. ബ്രെഡ്ത്ത് ഈസ് ടു ലെങ്ത് ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ബ്രെഡ്ത്ത് ഈസ് ടു ലെങ്ത്. ഓക്കെ, അപ്പോ ആ ബ്രെഡ്ത്ത് ഈസ് ടു ലെങ്ത് 4:5 ആണ്. അപ്പൊ ഇതിന് നമുക്കൊരു 4x എന്ന് പറഞ്ഞൂടെ? അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? 5x ആയിരിക്കും. ഓക്കെ, അപ്പോ ബ്രെഡ്ത്ത് 4 ആണ് എന്ന് പറയരുത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, അത് തെറ്റാണ്. ബ്രെഡ്ത്തിന്റെ റേഷ്യോ ആണ് 4, അല്ല ബ്രെഡ്ത്ത് 4 അല്ല. ഓക്കെ, 4നോട് ഏതോ ഒരു ടേം ഗുണിച്ചാലാണ് നമുക്ക് എന്ത് ചെയ്യുക? ബ്രെഡ്ത്ത് കിട്ടുക. അല്ലാതെ ബ്രെഡ്ത്ത് ഡയറക്റ്റ്ലി എന്ത് ചെയ്യരുത്? 4 ആണെന്ന് പറയരുത്, അല്ലെങ്കിൽ ലെങ്ത് 5 ആണെന്ന് പറയരുത്. ബ്രെഡ്ത്ത് 4 ആണെങ്കിൽ എന്ത് ചെയ്യാം? ലെങ്ത് 5 ആണെന്ന് പറയാം. അത് പറഞ്ഞതിൽ തെറ്റില്ല. ബ്രെഡ്ത്ത് 4 ആണെങ്കിൽ എന്താണ്? ലെങ്ത് 5 ആണ്. അല്ലാതെ ബ്രെഡ്ത്ത് 4 തന്നെയാണ് എന്ന് ഉറപ്പിച്ച് എന്ത് ചെയ്യാൻ പാടില്ല? പറയാൻ പാടില്ല. ചിലപ്പോൾ ആവാം, ആവാതിരിക്കാം, നമുക്കറിയില്ല. പക്ഷെ അങ്ങനെ ഉറപ്പിച്ച് പറയുന്നത് എന്താണ്? തെറ്റാണ്. ഇനി നമുക്കറിയാം എങ്ങനെയാണ് നമ്മൾ ഒരു ചുറ്റളവ് കണ്ടെത്തുക. ചുറ്റളവ് എങ്ങനെ കണ്ടെത്തുക? അപ്പൊ നമുക്ക് ഒരു റെക്ടാങ്കിൾ ഉണ്ട് നമ്മുടെ കയ്യിൽ. ജസ്റ്റ് ഇങ്ങനെ നമുക്ക് നോക്കാം. ഒരു റെക്ടാങ്കിൾ നമ്മുടെ കയ്യിലുണ്ട്. സോ ഇത് ലെങ്ത് ആണ്, അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റുള്ള ഇതും ലെങ്ത് ആയിരിക്കും. ഇത് ബ്രെഡ്ത്ത് ആണ്, അപ്പൊ ഇതും ബ്രെഡ്ത്ത് ആയിരിക്കും. അപ്പോ 2 തവണ ലെങ്ത് ആഡ് ചെയ്തു, 2 തവണ ബ്രെഡ്ത്ത് ആഡ് ചെയ്തു. അതാണ് നമുക്ക് പെരിമീറ്റർ വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? 2 ഇൻറ്റു L പ്ലസ് ബി എന്ന് പറഞ്ഞൂടെ? 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. ഇതാണ് നമുക്ക് എന്ത് ചെയ്യുക? അവിടെ പെരിമീറ്റർ ആയിട്ട് വരിക. അപ്പൊ നമുക്ക് 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു എത്രയാണ്? 36 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എടാ ലെങ്ത് എത്രയാ? ലെങ്ത് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്. ലെങ്ത് 4x അല്ലല്ലോ, 5x അല്ലേ? ലെങ്ത് 5x ആണ്, ബ്രെഡ്ത്ത് 4x അല്ലേ? ഓക്കെ, ഈസ് ഈക്വൽ ടു 36. സോ 2 ഇൻറ്റു 5x പ്ലസ് 4x 9x ആണ്. 9x ഈസ് ഈക്വൽ ടു 36. 2 ഇൻറ്റു 9x 18x അല്ലേ? 18x ഈസ് ഈക്വൽ ടു 36. അങ്ങനെയാണെങ്കിൽ x ഈസ് ഈക്വൽ ടു 36 ഡിവൈഡഡ് ബൈ 18 ഈസ് ഈക്വൽ ടു 2 അല്ലെ? എക്സിന്റെ വില എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ നമുക്കിനി എന്താ കണ്ടെത്താനുള്ളത്? നമ്മളോട് ചോദിക്കുന്നത് നീളം എത്ര സെന്റിമീറ്റർ ആണ്, അല്ലാന്നുണ്ടെങ്കിൽ ലെങ്ത്, അല്ലെ? ലെങ്ത് ഓഫ് ദി റെക്ടാങ്കിൾ ആണ് ചോദിക്കുന്നത്. ലെങ്ത് ഓഫ് ദി റെക്ടാങ്കിൾ എത്രയാണ്? 5x ആണ്. അപ്പൊ 5 ഇൻറ്റു എക്സിന്റെ വില എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? 5 ഇൻറ്റു എക്സിന്റെ വില നമ്മളിവിടെ കണ്ടെത്തിയത് 2 ആണ്. അപ്പൊ 5 ഇൻറ്റു 2 10 സെന്റിമീറ്റർ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് എന്ത് ചെയ്യുക? വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, ക്ലിയർ ആയോ? 10 സെന്റിമീറ്റർ ആണ് നമുക്ക് എന്ത് ചെയ്യുക? റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇപ്പൊ ഓപ്ഷനിലില്ലേ? ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് നമുക്ക് വരുന്നുണ്ടായിരിക്കാം. മൂവിങ് ഓൺ, അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? പോവാം. യെസ്, അനിൽ ആൻഡ് വിനിൽ ഡിവൈഡഡ് ആൻ എമൗണ്ട് ഇൻ ദ റേഷ്യോ 2:3. അപ്പൊ അനിലും വിനിലും എന്ത് ചെയ്യാണ്?
ഒരു എമൗണ്ട് 2:3 എന്ന് പറയുന്ന റേഷ്യോയിൽ എന്ത് ചെയ്യാണ്, ജസ്റ്റ് അവർ വീതിക്കാണ്. വിനിൽ ഗോട്ട് 4,000 റുപ്പീസ് മോർ ദാൻ അനിൽ. ഓക്കെ, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് നോക്കുക. 4,000 പിന്നെയും വേറെ 1,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4,000 എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ. 4,000 റുപ്പീസ് മോർ ദാൻ അനിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് റുപ്പീസ് ഡിഡ് ഈച്ച് വൺ ഓഫ് ദം ഗെറ്റ്? ക്വസ്റ്റ്യൻ എത്രയേ ഉള്ളൂ. അനിലും വിനിലും ഒരു തുക 2:3 എന്ന അംശബന്ധത്തിൽ വീതിച്ചപ്പോൾ വിനിലിന് 4,000 രൂപ കൂടുതൽ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര രൂപ വീതം കിട്ടി? അപ്പൊ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആദ്യം ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാം. എന്താണ്? അനിലും വിനിലും ആണ് ആൾക്കാരുള്ളത്. അവർക്ക് കിട്ടിയിരിക്കുന്ന റേഷ്യോ എന്ന് പറയുന്നത് 2:3 ആണ്. ദാറ്റ് മീൻസ് അനിലിന് ഒരു 2x ആണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ വിനിലിന് ഒരു 3x ആണ് കിട്ടിയിട്ടുള്ളത് എന്ന് നമുക്ക് പറഞ്ഞൂടെ? ഓക്കെ, അനിലിന് 2 × x, നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എക്സിന്റെ വില എത്ര എന്ന് നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ വിനിലിന് എത്രയായിരിക്കും? 3 × x 3x. ഓക്കെ, ഇനിയാണ് നമ്മുടെ മെയിൻ ഗെയിം ആരംഭിക്കുന്നത്. എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? ആർക്കാ കൂടുതൽ കിട്ടിയത്? ഇവിടെ വിനിലിനാണ് കൂടുതൽ. കാരണം ഇവിടെ വിനിലിന് 3x ഉണ്ട്, ഇയാൾക്ക് 2x ഉള്ളൂ. വിനിലിനാണ് കൂടുതൽ കിട്ടിയത്. വിനിലിന് എത്ര രൂപയെ കൂടുതൽ കിട്ടിയത്? 4,000 രൂപയെ കൂടുതൽ കിട്ടിയത്. അപ്പോ ഇവിടെ നിങ്ങൾ നോക്കുക, ഒരാൾക്ക് 2x ഒരാൾക്ക് 3x. അപ്പൊ ഇവിടെ ഇയാൾക്കായി എത്ര ഇയാൾക്ക് കൂടുതലുണ്ട്? 1x കൂടുതലുണ്ട് അല്ലെ. 1x കൂടുതലുണ്ട് അല്ലെ. അപ്പൊ വിനിലിന് 1x കൂടുതലുണ്ട്. അപ്പൊ ആ കൂടുതലുള്ള 1x 4,000 ആണെന്ന് പറഞ്ഞൂടെ? അപ്പൊ 1x = 4,000. 1x എന്ന് പറഞ്ഞാലും x എന്ന് പറഞ്ഞാലും സെയിം അല്ലേ. അപ്പൊ x എന്ന് പറയുന്നത് എത്രയാണ്? 4,000 ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ചോദ്യം ചോദിക്കുന്നത്? ഓരോരുത്തർക്കും എത്ര രൂപ വീതം കിട്ടി? ഓരോരുത്തർക്കും കിട്ടിയത് എത്രയാണ്? അപ്പൊ എ എന്ന് പറയുന്ന ആൾക്ക് 2x ആണ് കിട്ടിയത്. ദാറ്റ് മീൻസ് എ എന്ന് പറയുന്ന അല്ലെങ്കിൽ അനിലിന് എത്രയാണ്? 2 × x. ദാറ്റ് മീൻസ് 2 × x ന്റെ വില എത്രയാണ് നമുക്ക് കിട്ടിയത്? 4,000 ആണ്. 2 × 4,000 അതായത് 8,000 രൂപയാണ് കിട്ടിയത്. ഓക്കെ, ഇനി വിനിലിനാണെങ്കിലോ 3 × 4,000 എത്രയാണ്? 12,000 രൂപയാണ്. 12,000 രൂപയാണ്. അപ്പൊ 8,000 12,000 ആണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് വരിക. 8,000 12,000 ആണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് എന്ത് ചെയ്യുക? വരുന്നുണ്ടായിരിക്കുക. ഇവിടെ ഒരു കാര്യം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ ഇനി x ഒന്നും എടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ഇയാൾക്ക് 2 ഭാഗം കിട്ടി, ഇയാൾക്ക് 3 ഭാഗം കിട്ടി. ഇയാൾക്ക് 2 ഭാഗം കിട്ടി, ഇയാൾക്ക് 3 ഭാഗം കിട്ടി. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ വിനിലിന് ഒരു ഭാഗം എന്ത് ചെയ്യാണ്? എക്സ്ട്രാ കൂടുതൽ കിട്ടാണ്. വിനിലിന് എന്ത് ചെയ്യാണ്? ഒരു ഭാഗം കൂടുതൽ കിട്ടാണ്. ഇവിടെ 2 ഭാഗം, ഇവിടെ 3 ഭാഗം. അപ്പൊ ഒരു ഭാഗം കൂടുതൽ കിട്ടാണ്. അപ്പൊ ആ കൂടുതൽ കിട്ടുന്ന ഒരു ഭാഗമാണ് എത്ര? 4,000 എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഭാഗം 4,000 ആണെങ്കിൽ ഇയാൾക്ക് 2 ഭാഗം കിട്ടുന്നത്. ഒരു ഭാഗം 4,000, 2 ഭാഗം 8,000. ഇയാൾക്ക് ഭാഗം 4,000 ആണെങ്കിൽ 3 ഭാഗം 12,000. ഓക്കെ, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. സെല്ലിംഗ് പ്രൈസ് ഓഫ് ആൻ ഒബ്ജക്ട് ഈസ് 600 റുപ്പീസ്. ഒരു സംഭവത്തിന്റെ അല്ലെങ്കിൽ ഒരു സാധനം വിറ്റ പ്രൈസ് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 600 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ദ കോസ്റ്റ് പ്രൈസ് ആൻഡ് പ്രോഫിറ്റ് ആർ ഇൻ ദ റേഷ്യോ 5:1. ഓക്കെ, കോസ്റ്റ് പ്രൈസും പ്രോഫിറ്റും ഏത് റേഷ്യോയിലാണ്? 5:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോഫിറ്റ്? എത്രയാണ് ലാഭം എന്നുള്ളതാണ് ചോദിക്കുന്നത്. മലയാളം നോക്കാം. ഒരു വസ്തുവിന്റെ വിറ്റ വില 600 രൂപയാണ്. അതിന്റെ മുടക്ക് മുതലും ലാഭവും തമ്മിലുള്ള അംശബന്ധം 5:1 ആണ്. എങ്കിൽ ലാഭം എത്ര? ഇവിടെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മുടക്ക് മുതൽ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് ആണ്. ഇപ്പൊ എക്സാമ്പിൾ ഞാനൊരു കടക്കാരനാണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യണം? ഒരു ഹോൾസെയിലിന്റെ കയ്യിൽ നിന്ന് ഒരു ആപ്പിൾ വാങ്ങുകയാണ്. ഓക്കെ, ഒരു 100 രൂപക്ക് ഞാൻ ആപ്പിൾ വാങ്ങി. ഞാൻ എൻ്റെ കടയിൽ വെക്കുന്നത് 150 രൂപയ്ക്കാണ്, 180 രൂപക്കാണ്. അപ്പോൾ ഇവിടെ ചിന്തിക്കുക, ഞാൻ വിൽക്കുന്ന അത് വിറ്റ വില അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ആണ് ഈ 150 രൂപ. ഞാൻ വാങ്ങിയ എൻ്റെ മുടക്ക് മുതലാണ് 100 രൂപ. അപ്പൊ ആ 150ൽ നിന്ന് 100 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 50 രൂപ എന്താ? എൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ എൻ്റെ ലാഭമാണ്. നമുക്ക് അവിടെ ഇങ്ങനെ പറഞ്ഞൂടെ? ലാഭം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. എങ്ങനെ? വിറ്റ വില ഈസ് ഈക്വൽ ടു മുടക്ക് മുതൽ പ്ലസ് ലാഭം. മുടക്ക് മുതൽ പ്ലസ് ലാഭം. അല്ലാന്നുണ്ടെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു നമ്മൾ മുടക്ക് മുതൽ കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ കോസ്റ്റ് പ്രൈസും പ്രോഫിറ്റും തമ്മിലുള്ള ഒരു റേഷ്യോ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോസ്റ്റ് പ്രൈസും പ്രോഫിറ്റും തമ്മിലുള്ള ഒരു റേഷ്യോ നമുക്ക് കൊടുത്തിട്ടുണ്ട്. കോസ്റ്റ് പ്രൈസും പ്രോഫിറ്റും തമ്മിലുള്ള റേഷ്യോ കൊടുത്തിട്ടുണ്ട്. 5:1 ആണ്. അപ്പൊ ഇതിന് ഞാനൊരു 5x എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? 1x ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യുക? സെല്ലിംഗ് പ്രൈസ് കിട്ടുക. അപ്പൊ സെല്ലിംഗ് പ്രൈസ് ഇവിടെ 600 ആണ്. 600 ഈസ് ഈക്വൽ ടു മുടക്ക് മുതൽ 5x ആണ്, ലാഭം 1x ആണ്. അപ്പോൾ 600 ഈസ് ഈക്വൽ ടു 5x + 1x, ദാറ്റ് മീൻസ് 6x ആണ്.
അങ്ങനെയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 600 ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു 100. അപ്പൊ എങ്ങനെയാണ് 600 ഡിവൈഡ് ബൈ 6 ആയത്? കൃത്യമായി ശ്രദ്ധിക്കുക, 6 ഇൻറ്റു എക്സ് ആണ്. 6നോട് ഏതോ ടൈം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 600 കിട്ടുക. ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 600 കിട്ടുക? 100 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. എക്സിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 100 കിട്ടി. ഇനി നമ്മളോട് എന്ത് ചോദിക്കുന്നത് എന്താ എങ്കിൽ ലാഭം എത്ര? ഇവിടെ ലാഭം എത്രയാണ്? 1x അല്ലേ? 1x ആണ് ലാഭം. ദാറ്റ് മീൻസ് 1 ഇൻറ്റു 100. 1 ഇൻറ്റു എക്സിന്റെ വില എത്രയാണ്? 100. 1 ഇൻറ്റു 100 അതായത് 100 രൂപയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ലാഭം വരുന്നത്. 100 രൂപയാണ് ലാഭം വരുന്നത്. ഓക്കെ, ഗോട്ട് ഇറ്റ്? ക്ലിയർ അല്ലേ? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കാം. ഇൻ ദ ഫിഗർ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് അൺഷെയ്ഡഡ് പാർട്ട് ടു ഷെയ്ഡഡ് പാർട്ട്? നോക്കുക, ചിത്രത്തിൽ വൃത്തത്തിൽ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗവും ഷെയ്ഡ് ചെയ്ത ഭാഗവും തമ്മിലുള്ള അംശബന്ധം എത്രയാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒരു വൃത്തത്തിന്റെ ടോട്ടൽ കോണളവ് എന്ന് പറയുന്നത്, ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ആണ്. അപ്പൊ ഈ ഒരു ഭാഗം നോക്കുക, ഈ ഒരു ഭാഗം മാത്രം 100 വന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഈ ഒരു ഭാഗം എത്രയാണ് വരിക? 160 നിന്ന് 100 കുറക്കുക. ദാറ്റ് മീൻസ് 260 ഡിഗ്രി ആണ് വരുന്നത്. നമ്മളോട് ചോദിക്കുന്നത് ഷെയ്ഡ് ചെയ്യാത്തതും പിന്നെ ഷെയ്ഡ് ചെയ്തതും തമ്മിലുള്ള റേഷ്യോ ആണ്. അപ്പൊ ഷെയ്ഡ് ചെയ്യാത്തത് 100 ആണ്, 100 ഭാഗമാണ്. ഷെയ്ഡ് ചെയ്തതോ 260 ഭാഗമാണ്. അപ്പൊ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരമായി. ഓക്കെ, അപ്പൊ 0 0 കട്ട് ചെയ്യുക. ദാറ്റ് മീൻസ് 10 ഡിവൈഡഡ് ബൈ 26 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? 10 ഡിവൈഡഡ് ബൈ 26 എന്ന് നമുക്ക് എന്ത് ചെയ്തു? അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ 10നെ 2 ആയിട്ട് ഹരിക്കുന്ന സമയത്ത് 5 ആണ്. 26നെ 2 ആയിട്ട് ഹരിക്കുന്ന സമയത്ത് 13 ആണ്. അപ്പൊ 5/13 അല്ലെങ്കിൽ 5:13 ആണ് നമുക്ക് എന്ത് ചെയ്യുക? ശരി ഉത്തരമായിട്ട് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, 5:13 ആണ്. നമ്മളിവിടെ ഇംഗ്ലീഷിൽ നോക്കുന്ന സമയത്ത് ഇവിടെ 5:18 എന്നാണ്. അവിടെ ആക്ച്വലി എന്താണെന്ന് മിസ്റ്റേക്ക് ആണ്. കാരണം നിങ്ങൾക്ക് മലയാളത്തിൽ നോക്കിയാൽ മനസ്സിലാവും 5:13 എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ 18 അല്ല, മറിച്ച് എന്താണ്? അവിടെ 13 ആണ്. ഓക്കെ, 13 ആണ്. ഓക്കെ, 13. ഓക്കെ, സോ ആ ഒരു ഓപ്ഷൻ ആണ് നമുക്ക് എന്ത് ചെയ്യാം? ശരി ഉത്തരമായിട്ട് വരുന്നുണ്ടായിരിക്കും. അവിടെ മലയാളത്തിൽ കൊടുത്തതിൽ എന്താണ്? അവിടെ കൃത്യമാണ്. സോ നമുക്ക് അവസാന ചോദ്യത്തിലേക്ക് എന്ത് ചെയ്യാം? നമുക്ക് കടക്കാം. M and N are the midpoint of one side of the triangle ABC and the perpendicular to the side. Okay, what is the ratio of areas of triangle AMN to the triangle ABC? നോക്കാം. നമുക്ക് അവിടെ ഒരു ത്രികോണങ്ങളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിൽ കുറെ ലൈൻസും പരിപാടിയൊക്കെ നമുക്ക് കാണാനുണ്ട്. എന്താ പറയുന്നത്? ത്രികോണം ABCയുടെ ഒരു വശത്തിന്റെയും അതിലേക്കുള്ള ഉയരത്തിന്റെയും മധ്യബിന്ദുക്കളാണ് NM എന്നിവ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ AMN അതുപോലെ തന്നെ ABC എന്നീ ത്രികോണങ്ങളുടെ പരപ്പളവുകൾ തമ്മിലുള്ള ബന്ധം എന്ത് എന്നുള്ളതാണ് നമ്മളോട് എന്ത് ചെയ്യുന്നത്? അവിടെ ചോദിക്കുന്നത്. അപ്പോ നമുക്ക് 2 ത്രികോണങ്ങളുടെ പരപ്പളവിനെ കുറിച്ചാണ് പറയുന്നത്. ഏതൊക്കെയാണ് ത്രികോണങ്ങൾ? ഒന്ന് AMN ആണ്, ഒന്ന് ട്രയാങ്കിൾ AMN ആണ്. രണ്ടാമത്തത് ട്രയാങ്കിൾ ABC ആണ്, ത്രികോണം ABC അല്ലെ? AMN ഉം ABC ആണല്ലോ, കുഴപ്പമൊന്നുമില്ല. ഇനി കൃത്യമായി ശ്രദ്ധിക്കാം. ഓക്കെ, ഈ N എന്ന് പറയുന്നത് ഈ ഒരു ഹൈറ്റിന്റെ പകുതിയാണ്. അതായത് ഈ CP എന്ന് പറയുന്നില്ലേ, അതിന്റെ കറക്റ്റ് മിഡിലാണ് N എന്ന് പറയുന്ന പോയിന്റ് ഉള്ളത്. അതുപോലെ തന്നെ ഈ AB എന്ന് പറയുന്ന പോയിന്റ് ഇല്ലേ, അതിന്റെ കറക്റ്റ് നടുവിലാണ് അല്ലെങ്കിൽ കറക്റ്റ് മിഡിലാണ് ആരുള്ളത്? M എന്ന് പറയുന്ന പോയിന്റ് ഉള്ളത്. എടാ, നമ്മൾ എങ്ങനെയാണ് ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് കാണുക? അല്ലെങ്കിൽ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ എങ്ങനെ കാണുക? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അതിലാർക്കും സംശയമൊന്നുമില്ലല്ലോ. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പൊ നമ്മൾ ആദ്യം ABC എന്ന് പറയുന്ന ത്രികോണത്തിന്റെ അല്ലെങ്കിൽ ABC എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ നമ്മൾ ഏരിയ ഒന്ന് കാണാണ്, പരപ്പളവ് ഒന്ന് കാണാണ്. അപ്പൊ ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് അവിടെ AB ആണ്. അപ്പൊ നോക്കുക, ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് AB ആണ്, ബേസ് AB ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്? അവിടെ ഹൈറ്റ് എന്ന് പറയുന്നത് PC ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് PC ആണ്, PC or CP. ഓക്കെ, ഇനി AMN എന്ന് പറയുന്ന ആ ഒരു ത്രികോണം കൺസിഡർ ചെയ്യാം. AMN എന്ന് പറയുന്ന ഈ ഒരു ത്രികോണം എന്ത് ചെയ്യാം? ജസ്റ്റ് അവിടെ ബേസ് എന്ന് പറയുന്നത് AM ആണ്.
ബേസ് എന്ന് പറയുന്നത് എ എം ആണ്. പക്ഷെ ഈ എ എം എന്ന് പറയുന്നത് എ ബിയുടെ പകുതിയല്ലേ? എ എം എന്ന് പറയുന്നത് എ ബിയുടെ പകുതിയല്ലേ? അപ്പൊ എനിക്ക് അവിടെ ബേസ് എന്ന് പറയുന്നത്, അപ്പൊ നോക്കുക, ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് എ എം ആണ്. എ എമ്മിന് എനിക്ക് എ ബി ബൈ ടു എന്ന് എഴുതിക്കൂടെ? എ ബിയുടെ പകുതിയാണ് എ എം എന്നുള്ള രൂപത്തിൽ എ ബി ബൈ ടു എന്ന് എഴുതിക്കൂടെ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണുള്ളത്? നെക്സ്റ്റ് ഓക്കെ, ഹൈറ്റ് ആണ്. ഹൈറ്റ് നമുക്കിവിടെ വരുന്നത് എൻ പി ആണ്. അപ്പൊ എൻ പി എന്ന് പറയുന്നത് ഈ സി പിയുടെ പകുതിയല്ലേ? അപ്പൊ അവിടെ ഹൈറ്റിന്റെ പകരം എനിക്ക് സി പി ബൈ ടു എന്ന് എഴുതാലോ? സി പി ബൈ ടു. പ്രശ്നമുണ്ടോ? പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് ഏത് ഇഷ്ടു ഏത് റേഷ്യോ ആണ് കാണാൻ പറ്റുള്ളത്? നോക്കുക, റേഷ്യോ ഓഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ എം എൻ ടു ട്രയാങ്കിൾ എ ബി സി. അപ്പൊ എ എം എൻ ഡിവൈഡഡ് ബൈ എ എം എൻ്റെ എത്രയാണ്? ഹാഫ് ഇൻറ്റു എ ബി ബൈ ടു ഇൻറ്റു സി പി ബൈ ടു ഡിവൈഡഡ് ബൈ ഹാഫ് ഇൻറ്റു എ ബി ഇൻറ്റു പി സി ഓർ സി പി. രണ്ട് പറഞ്ഞാലും തന്നെയാണ്, സെയിം തന്നെയാണ്. നമുക്ക് ഓരോന്ന് അറിയാൻ ക്യാൻസൽ ചെയ്യാം. മുകളിൽ ഒരു ഹാഫ് ഉണ്ട്, താഴെ ഒരു ഹാഫ് ഉണ്ട്, ക്യാൻസൽ ചെയ്തു. മുകളിൽ ഒരു എ ബി ഉണ്ട്, താഴെ ഒരു എ ബി ഉണ്ട്, ക്യാൻസൽ ചെയ്തു. മുകളിൽ ഒരു സി പി ഉണ്ട്, താഴെ ഒരു സി പി ഉണ്ട്, ക്യാൻസൽ ചെയ്തു. അപ്പോൾ ബാക്കി എന്താ ഉള്ളത്? ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 1/4 ആണ് ആ ഒരു റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധം എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യണ്ട, ഇവിടെ കുറെ ഡിനോമിനേറ്ററും പരിപാടിയൊക്കെ ഉണ്ടായതുകൊണ്ട് കൺഫ്യൂഷൻ ആയി പോകണ്ട. നമ്മൾ ന്യൂമറേറ്ററിലുള്ള സാധനങ്ങളിൽ നമുക്ക് ഏതൊക്കെ വെട്ടിയിട്ട് പോയി? കൃത്യമായിട്ട് ഹാഫ് വെട്ടിപ്പോയി, എ ബി വെട്ടിപ്പോയി, സി പി വെട്ടിപ്പോയി. അപ്പോൾ ബാക്കി എന്താണ്ട് അവിടെ 1 ഉണ്ടാവും. ഓക്കെ, കൃത്യമായിട്ട് ഡിനോമിനേറ്ററിൽ 2 ഇൻറ്റു 2 നമുക്ക് 4ഉം വന്നു. പിന്നെ ഇവിടെ എല്ലാതും വെട്ടിപ്പോയി. അപ്പൊ എന്താ ഉണ്ടാവുക? ഒരു 1 മാത്രമാണ് ഉണ്ടാവുക. അപ്പോൾ 1/4 ഡിവൈഡഡ് ബൈ 1 എന്ന് വരും. ഒരു നമ്പറിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്പർ തന്നെയാണ് നമുക്ക് കിട്ടുക. അതായത് അൾട്ടിമേറ്റ്ലി 1/4 തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുക അവിടെ ആൻസർ. അപ്പോൾ 1/4 എന്ന് പറയുമ്പോൾ 1:4 1:4 ആണ് നമുക്ക് ശരി ഉത്തരമായിട്ട് എന്ത് ചെയ്യുക അവിടെ കിട്ടുന്നുണ്ടായിരിക്കും. സോ നോക്കാം, ഏത് ഓപ്ഷനാ? ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് അവിടെ ശരി ഉത്തരമായിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്റർ റിലേറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചിരുന്നത്. നിങ്ങൾക്ക് കൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുകയാണ്. എന്തായാലും CM Kids UP യുടെ അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.